चक दे इंडिया बाकी भागം നോക്കാം. यहाँ एक और वर्ग की ओर इशारा करना भी प्रासंगिक रहेगा. देश में बड़े पैमाने पर एनजीओ सेक्टर, स्वयंसेवी संगठन या गैर सरकारी संस्था भी मौजूद हैं. लाखों की संख्या में छोटे बड़े एनजीओ दिल्ली से लेकर छोटे कस्बों गांवों तक फैले हुए हैं. इनमें बड़ी संख्या में युवा वर्ग सक्रिय है. അപ്പോൾ ഇവിടെ ലേഖകൻ വേറൊരു വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ധാരാളം സെക്ടറുകൾ NGOs പ്രവർത്തിക്കുന്നുണ്ട്. ഡൽഹി പോലെയുള്ള വൻ നഗരങ്ങളിലായിക്കൊള്ളട്ടെ, അതല്ലാതെ ചെറിയ ചെറിയ പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, എല്ലായിടത്തും ഇന്ന് ലക്ഷക്കണക്കിന് NGO സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ NGO സംഘടനകളിലൊക്കെയും യുവാക്കളാണ് സക്രിയമായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. यद्यपि यह वर्ग मूल्य प्रेरित होता है, यह प्रतिबद्ध भी होता है. NGO സംഘടനകളിൽ പ്രവർത്തിക്കുന്ന യുവാക്കൾ മൂല്യാധിഷ്ഠിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവർ അങ്ങേയറ്റം റെസ്പോൺസിബിളും കൂടി ആയിരിക്കും, ഉത്തരവാദിത്ത ബോധമുള്ളവരും കൂടി ആണ്. लेकिन व्यवस्था या राज्य के चरित्र में बुनियादी बदलाव इसकी रणनीति का हिस्सा नहीं होता. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ അതല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ ഒന്നും NGOസിൽ പ്രവർത്തിക്കുന്ന യുവാക്കൾ ശ്രമിക്കാറില്ല. അത് അവരുടെ പ്രവർത്തനങ്ങളുടെ ഒന്നും ഭാഗമല്ല താനും. यह आंशिक रूप से यथास्थितिवादी होता है और जोखिम रहित विकास का पक्षधर होता है. ഒരു പാർഷ്യലായിട്ട് യാഥാസ്ഥിതികരാണ്. അതുപോലെ തന്നെ ഇക്കൂട്ടർ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു വികസനത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. थोड़े शब्दों में कहें तो NGO की असली भूमिका समाज के समकालीन अंतर्विरोधों को डिफ्यूज़ करना है, न कि उनका वैज्ञानिक समाधान करना. ചുരുക്കി പറഞ്ഞാൽ ഈ NGOs എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സമൂഹത്തിൽ കണ്ടംപററി സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കുറേയധികം അന്തർവിരോധം, അതായത് കോൺട്രഡിക്ഷൻസ്, അവയൊക്കെ ഒന്ന് ഡിഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതല്ലാതെ ആ പ്രശ്നങ്ങളെ, ആ കോൺട്രഡിക്ഷൻസിനെ സയൻറ്റിഫിക് ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനൊന്നും അവർ ശ്രമിക്കാറില്ല. അതല്ല അവരുടെ ലക്ഷ്യം. क्योंकि वैज्ञानिक समाधान का मार्ग कई प्रकार के खतरों से भरा हुआ रहता है. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഇത്തരം കോൺട്രഡിക്ഷൻസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് അപ്ലൈ ചെയ്യേണ്ടി വരിക. ആ സമയത്ത് നമുക്ക് ധാരാളം പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അപകടങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഇക്കൂട്ടർ NGOs ശ്രമിക്കാറില്ല. അതാ യുവ NGO और उनके नियंत्रक कभी नहीं चाहेंगे कि യുവാകർമ്മി ബുനിയാദി ബദലാവ് കി ഓർ അഗ്രസർ ഹോ. അതുകൊണ്ടൊക്കെ തന്നെ NGOസും അതിനെ നിയന്ത്രിക്കുന്നവരും അതിൻ്റെ നേതൃത്വ തലത്തിലുള്ളവരും ഒരിക്കലും ഈ ചെറുപ്പക്കാർ സമൂഹത്തിൽ അല്ലെ സിസ്റ്റത്തിൽ കാതലായ ബേസിക്കായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കാൻ അനുവദിക്കാറില്ല, അതിനവരെ പ്രോത്സാഹിപ്പിക്കാറില്ലെന്നാണ് ലേഖകൻ പറയുന്നത്. यहाँ यह भी समझ लेना जरूरी है कि ज़्यादातर NGO संगठन पश्चिमी आर्थिक सहायता से संचालित होते हैं. यह सर्वविदित है कि पश्चिमी शिविर पूंजीवादी व्यवस्था का पोषक व रक्षक है. यह कभी नहीं चाहेगा कि उसकी सहायता से चलने वाले संगठन पूंजीवादी विचारधारा व व्यवस्था के लिए घातक सिद्ध हो. ഇപ്പോൾ NGOസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, NGO സംഘടനകളിൽ അധികവും പ്രവർത്തിക്കുന്നത് വെസ്റ്റേൺ സൈഡിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്താലാണ്. അപ്പോൾ ഈ വെസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, അതിനെ പരിപോഷിപ്പിക്കുന്നവരാണ്. തങ്ങളുടെ സാമ്പത്തിക സഹായത്താൽ അല്ലെ തങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന NGO സംഘടനകൾ ക്യാപിറ്റലിസത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ, ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിക്ക് എതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇവർ ഒരിക്കലും അനുവദിക്കില്ല. വെസ്റ്റേൺ രാജ്യങ്ങൾ അതൊരിക്കലും അനുവദിക്കാറില്ല. अतः एकल ध्रुवीय शक्ति व्यवस्था और वैश्विक पूंजीवाद के दौर में इन संगठनों की भूमिका सिर्फ यह हो सकती है कि ये भारत जैसे विकासशील व पिछड़े देशों में सामंती प्रवृत्तियों, प्रथाओं और संस्थाओं के विरुद्ध लड़ें और पूंजीवादी लोकतंत्र को मजबूत करें. इस दृष्टि से इनकी भूमिका को एक सीमा तक प्रगतिशील कहा जा सकता है. അപ്പം വെസ്റ്റേൺ സൈഡിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്താൽ പ്രവർത്തിക്കുന്ന NGOs ഒരിക്കലും ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ
തയ്യാറാകില്ല, നേതൃത്വം അതിനവരെ അനുവദിക്കാറില്ല. ഇതിൻ്റെ ശക്തി മുഴുവൻ, ഇന്നത്തെ വ്യവസ്ഥിതിയുടെ ഒരു ശക്തി അല്ലെങ്കിൽ സ്ട്രെങ്ത് മുഴുവൻ, നേതൃത്വം മുഴുവൻ ഒരു പോളിലാണ് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഗ്ലോബലൈസ്ഡ് ക്യാപിറ്റലിസത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ NGO സംഘടനകളുടെ റോൾ എന്തെന്ന് വെച്ചാൽ, ഭാരതം പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസ്, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, അതല്ലെങ്കിൽ താഴേക്കിടയിലുള്ള നിമ്നസ്തരീയങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ, ഇത്തരം രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഫ്യൂഡലിസം, അതുമായി ബന്ധപ്പെട്ടുള്ള ഫ്യൂഡലിസ്റ്റ് സിസ്റ്റം, പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിൻ്റെയൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുക. എന്നിട്ട് പൂഞ്ചിവാദി ലോക്തന്ത്ര കോ മജ്ബൂത് കരെ, ഒരു ക്യാപിറ്റലിസ്റ്റ് ഡെമോക്രസിയെ സ്ട്രോങ് ആക്കുക, അതിൻ്റെ അടിത്തറ ഉറപ്പിക്കുക എന്നുള്ളതാണ് NGO സംഘടനകൾ ചെയ്യുന്നത്. ഇസ് ദൃഷ്ടി സെ ഇൻകി ഭൂമിക കോ ഏക് സീമാ തക് പ്രഗതിശീൽ കഹാ ജാ സക്താ ഹെ. അപ്പം ഈ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ NGO സംഘടനകളുടെ റോള്, അവർ സമൂഹത്തിൽ വഹിക്കുന്ന പങ്കെന്ന് പറയുന്നത് ഏക് സീമാ തക് പ്രഗതിശീൽ, ഒരു പരിധി വരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം ഇവർ ഭാരത് ജൈസെ, ആ പോയിൻ്റാണ് നോക്കണ്ടേ, ഭാരത് ജൈസെ വികാസശീൽ व पिछड़े देशों में सामंती प्रवृत्तियों, प्रथाओं और संस्थाओं के विरुद्ध लड़े और പൂഞ്ചിവാദി ലോക്തന്ത്ര കോ മജ്ബൂത് കരെ. ഭാരതം പോലെയുള്ള രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഫ്യൂഡലിസ്റ്റ് ചിന്താഗതികളെ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ എതിരായിട്ട് പ്രവർത്തിക്കുക, നിലകൊള്ളുക. അങ്ങനെ പൂഞ്ചിവാദി ലോക്തന്ത്ര, ക്യാപിറ്റലിസ്റ്റ് ഡെമോക്രസിയെ ഊട്ടിയുറപ്പിക്കുക. അതാണ് NGOകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻകി ഭൂമികാക്കോ ഏക് സീമാ തക് പ്രഗതിശീൽ കഹാ ജാ സക്താ ഹെ. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇവർ ഒരു പരിധിവരെ പുരോഗമനപരമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നവശിക്ഷിത് യുവാവർഗ് NGO की ओर उन्मुख होता है. അപ്പം സമൂഹത്തിൽ ഒരു നല്ലൊരു കാര്യം ചെയ്തു വരുന്നു, അത്യാവശ്യം പ്രോഗ്രസീവായ കാര്യങ്ങൾ ചെയ്തു വരുന്നു എന്നതുകൊണ്ട് തന്നെ വിദ്യാസമ്പന്നരായിട്ട് പുറത്തിറങ്ങുന്ന, വിദ്യാഭ്യാസമൊക്കെ നേടി പുറത്തിറങ്ങുന്ന ചെറുപ്പക്കാർ NGO സംഘടനകളിലേക്ക് ആകൃഷ്ടരാകുന്നു. चूँकि यह वर्ग मध्य वर्ग की पृष्ठभूमि से आता है, अतः काफ़ी हद तक ईमानदार और प्रतिबद्ध होता है. ഈ NGO സംഘടനകളിൽ പ്രവർത്തിക്കാൻ വരുന്ന ചെറുപ്പക്കാരിൽ അധികവും മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ സത്യസന്ധമായിട്ടും ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയും പ്രവർത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. NGO പ്രബന്ധക് ഇസ് വർഗ് കെ ഇൻ ഗുണോ കാ ജംകർ ദോഹൻ കർത്തേ ഹെ. ഇപ്പം NGOകൾ നിയന്ത്രിക്കുന്ന, അതിനെ മാനേജ് ചെയ്യുന്ന ആളുകൾ ചെറുപ്പക്കാരുടെ ഈ ഗുണങ്ങളെ ആവശ്യത്തിലധികം ഉപയോഗിക്കുന്നുമുണ്ട്. यदि इस वर्ग को NGO का विकल्प नहीं मिलेगा तो यह या तो नक्सलवादी बनेगा या सांप्रदायिक या अपराधी या निठल्ला. ഇനി ഇങ്ങനെ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ചെറുപ്പക്കാർക്ക് NGOയിൽ പ്രവർത്തിക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടിയില്ല എങ്കിൽ ഇവർ എന്തായിത്തീരും? ഒന്നുകിൽ നക്സൽവാദികളാവും, അതുമല്ലെങ്കിൽ മതതീവ്രവാദികളായി മാറും, ഇനി അതുമല്ലെങ്കിൽ കുറ്റവാളികളായി മാറും, അക്രമികളായി മാറും. ഇതൊന്നും അല്ലെങ്കിലോ വെറും യൂസ്ലെസ്സുകളായി മാറുകയാണ് ചെയ്യുന്നത്. ഇസ് ദൃഷ്ടി സെ കഹാ ജാ സക്താ ഹെ കി NGO സീമിത് അർത്ഥോ മേ പരിവർത്തൻ കർമ്മി കി ഭൂമിക ഭി നിഭാ രഹാ ഹെ. അപ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാർക്ക്, വിദ്യാഭ്യാസം നേടി വരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർക്ക് പ്രവർത്തിക്കാനുള്ളൊരു അവസരം നൽകുന്നു എന്ന രീതിയിൽ ഈ NGOകൾ സമൂഹത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ പങ്കുവഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ്. और अंत में इस परिदृश्य में मोटे तौर पर युवाओं के निम्न प्रमुख अंतर्विरोधों को रेखांकित किया जा सकता है. നമ്മൾ ചക് ദേ ഇന്ത്യ എന്ന ചാപ്റ്ററിൽ പലതരത്തിലുള്ള ചെറുപ്പക്കാരെ കണ്ടു, സമൂഹത്തിൽ കാണുന്ന പല വിഭാഗം ചെറുപ്പക്കാരെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പം അവർക്കിടയിൽ നിലനിൽക്കുന്ന കോൺട്രഡിക്ഷൻസ്, അന്തർവിരോധ്, അതിനെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. യുവാവർഗ് ബനാം വൃദ്ധ രാഷ്ട്രീയ നേതൃത്വം. ഒരു ഭാഗത്ത് യുവാക്കൾ, ചെറുപ്പക്കാർ, മറുഭാഗത്ത് വൃദ്ധ രാഷ്ട്രീയ നേതൃത്വം. രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയുള്ളതാണ്? വൃദ്ധന്മാരാണ്. പലരും പ്രായാധിക്യമുള്ള നേതാക്കളെ വെച്ചാണ് ഇന്നും രാഷ്ട്രീയ പാർട്ടികൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രായാധിക്യമുള്ളവരാണ് കൂടുതലും. അവരും
അവരൊരു വശത്ത്, ചെറുപ്പക്കാർ മറുവശത്ത്. 2. അനന്ത് വ ആസ്മാനി ആകാംക്ഷായെ ബനാം സീമിത് രാജ്യ സംസാധൻ. അപ്പോൾ ഒരു വശത്ത് ധാരാളം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള യുവാക്കൾ, മറുവശത്ത് അതിനെ പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ്. 3. പ്രൊഫഷണൽ യുവ ബനാം സീമിത് സ്ഥാനീയ സംഭാവനയെ. മൂന്നാമതായിട്ട് പറയുന്നത് ഒരു വശത്ത് പ്രൊഫഷണലുകളായിട്ടുള്ള യുവാക്കൾ, മറുവശത്തോ സീമിത് സ്ഥാനീയ സംഭാവനയെ. പ്രൊഫഷണൽ യുവാക്കൾക്ക് പ്രവർത്തിക്കാൻ വേണ്ട രീതിയിലുള്ള ഒരു പോസിബിലിറ്റി നമ്മുടെ നാട്ടിലില്ല. അതാണ് മൂന്നാമത്തെ കോൺട്രഡിക്ഷൻ. 4. ഉच्च प्रौद्योगिकीय संपन्न युवा वर्ग बनाम निम्न प्रौद्योगिकीय अर्जित युवा वर्ग. ഒരു വശത്ത് ഉയർന്ന സാങ്കേതിക പരിജ്ഞാനമുള്ള യുവാക്കൾ, മറുവശത്ത് സാങ്കേതിക പരിജ്ഞാനം കുറഞ്ഞ യുവാക്കൾ. 5. ശിക്ഷിത് യുവാ വർഗ് ബനാം അശിക്ഷിത് വ ബേരോജ്ഗാർ യുവാ വർഗ്. ഒരു വശത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവാക്കൾ, മറുവശത്ത് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത, തൊഴിലില്ലാത്ത യുവാക്കൾ. 6. സമൃദ്ധ യുവാ വർഗ് ബനാം നിർധൻ യുവാ വർഗ്. ഒരു വശത്ത് സമ്പന്നരായിട്ടുള്ള യുവാക്കൾ, മറുവശത്ത് നിർധനരായിട്ടുള്ള യുവാക്കൾ. 7. മഹാനഗരീയ വ ഷഹരി യുവാ വർഗ് ബനാം കസ്ബായി വ ഗ്രാമീൺ യുവാ വർഗ്. ഒരു വശത്ത് മെട്രോപൊളിറ്റൻ സിറ്റികളിലും മറ്റും വസിക്കുന്ന, നഗരങ്ങളിൽ വസിക്കുന്ന യുവാക്കൾ, മറുവശത്ത് ഗ്രാമങ്ങളിൽ വസിക്കുന്ന, ചെറുപട്ടണങ്ങളിൽ വസിക്കുന്ന യുവാക്കൾ. 8. മധ്യയുഗീൻ ദൃഷ്ടിഗ്രസ്ത യുവ ബനാം ഉത്തരാധുനികോന്മുഖ് യുവ. ഒരു വശത്ത് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള കാഴ്ചപ്പാടില്ലാത്ത യുവാക്കൾ, മറുവശത്ത് ഉത്തരാധുനികോന്മുഖ് യുവ, അതായത് പോസ്റ്റ് മോഡേണിസത്തോട് ആകൃഷ്ടരായിരിക്കുന്ന യുവാക്കൾ. 9. ബഹുസംഖ്യക് യുവാവർഗ് ബനാം അല്പസംഖ്യക് യുവാവർഗ്. മെജോറിറ്റി ആയിട്ടുള്ള യുവാക്കളുടെ ഒരു വിഭാഗം, മറുവശത്ത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മൈനോറിറ്റി വിഭാഗം. 10. സവർണ യുവാവർഗ് ബനാം ദലിത് വ ആദിവാസി യുവാവർഗ്. സവർണരായിട്ടുള്ള യുവാക്കൾ ഒരു വശത്ത്, മറുവശത്ത് ദലിത് ആദിവാസി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട യുവാക്കൾ. 11. വിചാർധാര വ രാജ്നീതി സമ്പന്ന യുവാ ബനാം വിരാജ്നീതീകൃത് ഏവം അരാജ്നീതിക് യുവ. ഒരു വശത്ത് കൃത്യമായ കാഴ്ചപ്പാടുകളോട് കൂടിയ രാഷ്ട്രീയമുള്ള യുവാക്കൾ, മറുവശത്ത് അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട, കാഴ്ചപ്പാടൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ലാത്ത യുവാക്കൾ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും കോൺട്രഡിക്ഷൻസ് ആണ് നമ്മുടെ സമൂഹത്തിലുള്ള യുവാക്കളുടെ ഇടയിൽ നിലനിൽക്കുന്നത് എന്നാണ് ലേഖകൻ രേഖപ്പെടുത്തുന്നത്. ഇൻ ബൃഹത് സ്തരീയ അന്തർവിരോധോं के अलावा भी असंख्य सूक्ष्म या लघुस्तरीय അന്തർവിരോധ് ഹേ. നമ്മളിപ്പോൾ കണ്ടത് മാക്രോ കോൺട്രഡിക്ഷൻസ് ആണ്. അത് പൊതുവെ കാണാൻ സാധിക്കുന്നത്, വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ് സമൂഹത്തിൽ. ഇനി ലേഖകൻ പറയാണ്, ഇതല്ലാതെ വേറെയും സൂക്ഷ്മങ്ങളായിട്ടുള്ള, ലഘുസ്തരീയങ്ങളായിട്ടുള്ള, അതായത് മൈക്രോ കോൺട്രഡിക്ഷൻസ് വേറെയും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇൻ അന്തർവിരോധോं का समाधान आसान नहीं है. അപ്പോൾ ഇത്രത്തോളം കോൺട്രഡിക്ഷൻസ് ആണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രായ ശാസക് വർഗ് അന്തർവിരോധോं के डिफ्यूഷൻ में യക്കീൻ रखता है. അപ്പം മിക്കവാറും എല്ലാ ഭരണകർത്താക്കളും ഈ കോൺട്രഡിക്ഷൻസിനെ ഡിഫ്യൂസ് ചെയ്യുന്നതിലാണ് വിശ്വസിക്കുന്നത്. അതിനാണ് അവരെല്ലാവരും ശ്രമിക്കുന്നത്. ക്യൂങ്കി ഇസ്സേ ഉസ്കി സത്ത യഥാവത് രഹതി ഹെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ള ഭരണം, അധികാരം നിലനിൽക്കും. ലേക്കിൻ 21वीं सदी के युवक को धीमी गति की सदियों के चश्मे से नहीं देखा जाना चाहिए. പക്ഷേ ലേഖകൻ ഇവിടെ ഒരു മുന്നറിയിപ്പ് തരുവാണ്. 21ാം നൂറ്റാണ്ടിലെ യുവാക്കളെ പഴയ രീതിയിലുള്ള, അതായത് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന സമൂഹത്തിൻ്റെ ഒരു കണ്ണട വെച്ച്, ആ ഒരു കണ്ണുകളോടെ നിരീക്ഷിക്കാൻ പാടില്ല. ഇന്നത്തെ യുവാക്കൾ ഫാസ്റ്റ് മൂവിങ് ആണ്, അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യഹ് വഹ് സദി ഹെ जो कि मनुष्य को मंगल ग्रह पर उतारने और चंद्रमा पर पर्यटन उद्योग खोलने के लिए बेताब है. അപ്പോൾ ലേഖകൻ പറയുന്നു, ഇന്നത്തെ കാലഘട്ടം അതിവേഗം മുന്നേറുന്ന ഒരു കാലഘട്ടമാണ്. സയൻറ്റിഫിക്കലി, ടെക്നോളജിക്കലി എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ എത്തിക്കഴിഞ്ഞു. जाहिर है ऐसी तेज रफ्तारी सदी का युवा भी സൂപ്പർ സ്പീഡ് കാ ഹി ഹോഗ. അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, കുതിച്ചുകൊണ്ടിരിക്കുന്ന
കാലഘട്ടത്തിലെ യുവാക്കളും സൂപ്പർ സ്പീഡിലുള്ളവരായിരിക്കും. इससे उसकी महत्वाकांक्षाओं का अंदाज लगाया जा सकता है. അതുകൊണ്ടൊക്കെ തന്നെ ഇക്കാലഘട്ടത്തിലെ യുവാക്കളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതാ अब सब कुछ राज्य के संचालकों पर निर्भर करता है कि वे सुपर स्पीड से पैदा होने वाले अंतर्विरोधों के समाधान में किस प्रकार के कौशल का परिचय देते हैं. ഇനിയെല്ലാം രാജ്യത്തെ ഭരണാധികാരികളുടെ കയ്യിലാണ് നിലകൊള്ളുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കോൺട്രഡിക്ഷൻസും അതിവേഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യുഗം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ കോൺട്രഡിക്ഷൻസിൻ്റെ ഒക്കെ സൊല്യൂഷൻ എത്തരത്തിലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, അതിലെന്ത് കൗശലമാണ് നമ്മുടെ സിസ്റ്റം, നമ്മുടെ ഭരണകൂടം അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് എന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. അതായത് പഴയ രീതിയിലുള്ള കാഴ്ചപ്പാടുകളും ചിന്താഗതികളും ഒന്നും കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ്, ഫാസ്റ്റ് മൂവിങ് ആണ്, എല്ലാം അതിവേഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ലോകം അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നമുക്കും അതിൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഉടലെടുക്കുന്ന എല്ലാ കോൺട്രഡിക്ഷൻസിനെയും സോൾവ് ചെയ്ത് മുന്നേറാൻ വേണ്ടിയിട്ട് അതേപോലെ ഒരു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് ആവശ്യമാണ് എന്ന ഒരു യാഥാർത്ഥ്യമാണ് ലേഖകനിവിടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്.